നമസ്കാരം. ബി.ജെ.പി നേതാവും അഭിഭാഷകനുമായ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികൾക്കും കോടതി വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് മുഴുവൻ പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് 1 വി.ജി. ശ്രീദേവിയാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതികൾ ദയ അർഹിക്കുന്നില്ല എന്ന് വിധി പ്രസ്താവത്തിൽ പ്രത്യേകമായി പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് ഈ മാസം 20 തന്നെ കോടതി വിധിച്ചിരുന്നു. തുടർന്ന് പ്രതികളെയും കേട്ട ശേഷമാണ് ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടിയുള്ള തീയതി ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ സുരക്ഷ തന്നെയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. ചെങ്ങന്നൂർ, കായംകുളം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലായിരുന്നു കോടതിയിൽ പഴുതടച്ച സുരക്ഷ ഏർപ്പാടാക്കിയത്. 2021 ഡിസംബർ 19 രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. എന്തായാലും മുഴുവൻ പോപ്പുലർ ഫ്രണ്ടുകാരെയും അല്ലെങ്കിൽ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ എല്ലാ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കുമാണ് നിലവിൽ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ തുടർച്ചയായി നടന്ന 3 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. ന്യൂസ് ഡെസ്ക് മലയാളം.